രാഹുൽ ഗാന്ധിക്ക് വലിയ മെരിറ്റൊന്നുമില്ല. അപ്പോൾ മെരിറ്റൊരു അടിസ്ഥാന യോഗ്യതയൊന്നും അല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് തന്നെ നമുക്കൊരു വലിയ തമാശയായിട്ടല്ലേ തോന്നുന്നത്. രാഹുൽ ഗാന്ധി നമുക്കിപ്പം ഒരു തമാശയായിട്ട് മാത്രമാണ് കാണുന്നത്. ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള റോള് പോലും എന്താണ് എന്നറിയാത്ത ഒരു പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു. ഇത് വളരെ രസകരമായൊരു വിഷയമാണ്. ഈ വിഷയം പറയുമ്പോൾ പെട്ടെന്ന് ഒരു സംഭവം ഓർമ്മ വരുന്നത്, അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ്, അപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത്, അതായത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ ശേഷം, ആ സമയത്ത് 1985 മറ്റാണ്, ഡൽഹിയിലെ ബോട്ട് ക്ലബ് മൈതാനത്ത് വെച്ചൊരു പ്രസംഗം നടത്തി. ഞാൻ കേട്ടത് ആ പ്രസംഗം. അതിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഒരമ്മയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു. ഒരാളെ വിമാനം ഓടിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. ഒരാളെ രാഷ്ട്രീയം പഠിപ്പിച്ചു. ആ രാഷ്ട്രീയം പഠിപ്പിച്ച മകൻ വിമാനം പറത്താൻ പോയി. ദൗർഭാഗ്യകരമായിട്ട് അദ്ദേഹം ഇല്ലാതായി. ഇനി അത് കഴിഞ്ഞ് വിമാനം ഓടിക്കാൻ പഠിപ്പിച്ച മകനെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നിരിക്കുക. രാഷ്ട്രത്തിൻ്റെ ഗതി ദേശ് കാ ഹാൽ ക്യാ ഹോ ജായേഗ, ഇതാണെന്ന് അദ്ദേഹം ചോദിച്ചത്. ഇന്ന് ഈഴത്ത് വിജയനെ ബലാസക്തായ രാജ്യത്തിൻ്റെ ഗതി എന്താകുമെന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയില്ല. അർഹതയില്ലാത്തവരെ ഏത് സ്ഥാനത്താണെങ്കിലും കൊണ്ടുവന്നാൽ ലഭിക്കുന്ന ഫലമാണ് ഇന്ന് രാഹുലിനെ കൊണ്ട് ആ കുടുംബത്തിനും ആ കുടുംബം നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും രാജ്യത്തിന് അത് വലിയ പ്രശ്നമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. അങ്ങീ പറഞ്ഞ പ്രസ്താവന തന്നെ ഉണ്ടല്ലോ, അതായത് കഴിവും മികവും അല്ല വേണ്ടത്, പിന്നെന്താ വേണ്ടത്? അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എനിക്കറിയാം. അതായത് ഭാരതത്തിൻ്റെ മെറിറ്റ് സംവിധാനം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇത് ജാതിയിൽ താഴെയുള്ളവർക്ക് ദോഷമായിട്ട് വരും ഈ മെറിറ്റ് സങ്കല്പം എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സംവരണം ചെയ്യപ്പെട്ട 10% എന്ന് വിചാരിക്കുക. അത് ഒരു 50 വേക്കൻസി ഉണ്ട്, സംവരണം 10%. അതിനകത്ത് 5 പേരെ സെലക്ട് ചെയ്യണം. സംവരണം സെലക്ഷൻ എങ്ങനെ ചെയ്യും? മെറിറ്റ് നോക്കിയല്ലേ ചെയ്യേണ്ടത്. മത്സരം നടത്തി കഴിവ് കൂടുതൽ എടുക്കേണ്ടത്. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ വീട്ടിലും പുല്ല് പറിക്കുന്നവരെയും പശുവിന് തിരിച്ചു കൊടുക്കുന്നവരാണ് നടക്കേണ്ടത്. അങ്ങനെ ആക്കാൻ പറ്റില്ലല്ലോ. അപ്പം മികവ, കഴിവ്, മെറിറ്റ് എന്ന് പറയുന്നതും അത് റാങ്ക് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഉള്ള പതിവാണ്. അപ്പം അത് വേണ്ടാന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത്, ഇന്ന് രാഹുൽ ഗാന്ധിയെ നയിക്കുന്നത് ആരാണ്? ഡൽഹിയിലെ JNUവിൽ മറ്റും ഭാരത് തെരി ടുക്കടെ ഹോങ്കെ ഇൻഷാ അള്ളാ, ഭാരതം നിന്റെ കഷണമായിട്ട് മുറിക്കും അള്ളാഹ് അനുവദിച്ചെങ്കിൽ എന്ന് മുദ്രാവാക്യം വിളിച്ച കനയ്യ കുമാറിനെ പോലെയുള്ള അർബൻ നക്സലൈറ്റുകളാണ് രാഹുലിനെ പോലും നിയന്ത്രിക്കുന്നത്. ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് കൾച്ചറൽ മാർക്സിസവും വോക്കിസവും ഒക്കെയാണ്. അവർ ചിന്തിക്കുന്നത് ഭാരതത്തെ പലതായിട്ട് പിരിച്ചു കഴിഞ്ഞാൽ, സംസ്ഥാനങ്ങളെ ആണെങ്കിലും നമ്മുടെ സമൂഹത്തെ ആണെങ്കിലും പലതായി പിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ എളുപ്പമുണ്ടെന്നുള്ളതാണ് ഉദ്ദേശം. സമാജം ഐക്യമായി ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ ഇവർക്ക് കയറി അധികാരം എടുക്കാൻ പറ്റില്ല. തമ്മിൽ തല്ലിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അധികാരം പിടിച്ചെടുക്കാൻ എളുപ്പമാണ്. വോക്കിസത്തിൻ്റെയും കൾച്ചറൽ മാർക്സിസത്തിൻ്റെയും ഒക്കെ അമേരിക്കയിലുള്ള ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാന സ്ട്രാറ്റജി അതാണ്. കാറൽ മാർക്സ് കൊണ്ട് പറഞ്ഞത്, ഉള്ളവനും ഇല്ലാത്തവനും സംഘടന, ഇല്ലാത്തവൻ ഉള്ളവനെ ആക്രമിച്ചു കീഴടക്കുന്നു, അവരുടെ സർവ്വരാജ്യ തൊഴിലാളി ഭരണം. ഇവരിപ്പോൾ ഷോർട്ട് കട്ട് നോക്കുക, ഇല്ലാത്തവരെല്ലാം സംഘടിപ്പിക്കാനൊന്നും പോകണ്ട, പരസ്പരം തല്ലിക്കുക. ഈ പരസ്പരം തല്ലിക്കുന്നതിൻ്റെ പ്രധാന ആശയമാണ് ഈ ജാതി സെൻസസ്. ആ ജാതി സെൻസസിനെ സഹായിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഈ പറയുന്ന കഴിവും മികവും മെറിറ്റ് നോക്കി തീരുമാനിക്കുന്നത്. ഈ താഴ്ന്ന സമൂഹം എന്ന് പറയുന്നവർക്ക് ഇന്നങ്ങനെ ആരും കരുതുന്നില്ല, അവർക്ക് നഷ്ടമാണെന്ന് കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു അന്വേഷണം നടത്തി, ജാതിപരമായ കണക്കെടുത്ത് അന്വേഷണം നടത്തി കഴിയുമ്പോഴത്തേക്ക് ഓരോ ജാതിയും അത് സംവരണം ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നവരാവാം, കിട്ടാത്തവരാവാം,
ഉദാഹരണത്തിന് നായരും നമ്പൂതിരിയും തമ്മിൽ തർക്കമാകും, ഈഴവരും നമ്പൂതിരിയും തമ്മിൽ തർക്കമാകും, പറയനും പുലയനും തമ്മിൽ തർക്കമാകും. അങ്ങനെ ഓരോ സമൂഹവും തമ്മിൽ തർക്കമായിക്കോളും. എനിക്ക് കിട്ടിയത് കുറഞ്ഞു പോയെന്ന് എല്ലാവർക്കും തോന്നും. ആ ഒരു തർക്കം വ്യാപകമാകുകയാണെങ്കിൽ രാജ്യത്താകെ അരാജകത്വവും വ്യാപകമായ പരസ്പരം സംഘർഷവും ഉണ്ടാവുകയാണെങ്കിൽ അധികാരം പിടിച്ചിട്ട് ചൈനയുടെയൊക്കെ സഹായത്തോടു കൂടി ഒരു അധികാരമാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവരുടെ ബൗദ്ധികമായ ചിന്ത പോകുന്ന ആ വഴിക്കുക. അതാ ഇവിടെ കണക്കാക്കേണ്ടത്. ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലൂടെ വരാം. ഇതൊക്കെ പറയുമ്പം ഡോക്ടർ അംബേദ്കറിലേക്ക് പോകുന്നുണ്ട്. അംബേദ്കറിലേക്ക് പോകാൻ രാഹുൽ ഗാന്ധിക്ക് ലജ്ജയില്ലെന്ന് എൻ്റെ ചോദ്യം. അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ തോപ്പിച്ചു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അംബേദ്കർ ജയിച്ചു വന്നത് ഇവരുടെ ഔദാര്യം കൊണ്ടല്ല. അംബേദ്കറെ മഹാരാഷ്ട്രയിൽ തോപ്പിച്ചു കഴിഞ്ഞിട്ട്, ബോംബെ പ്രൊവിൻഷ്യൽ തോപ്പിച്ചു കഴിഞ്ഞിട്ട് ഇവർ പ്രഖ്യാപിച്ചു അംബേദ്കർ വാതുക്കൽ കൂടെയല്ല ജനലിൽ കൂടെ ഒന്ന് എത്തി നോക്കുപോലുമില്ല ഭരണ നിർമ്മാണ സമിതിയിൽ നിന്ന്. കോൺഗ്രസ്, നെഹ്റു അധ്യക്ഷനായ കോൺഗ്രസ്. അംബേദ്കർ വന്നത് അതിനുശേഷം ജ്യോതിർമയി മണ്ഡൽ എന്ന് പറയുന്ന ആ ബംഗാളിലെ, അന്ന് പശ്ചിമമായിട്ടില്ല, ബംഗാളിലെ ആ നാമശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആ സമൂഹത്തിൻ്റെ പ്രതിനിധി തനിക്ക് കിട്ടിയ അംഗത്വം രാജിവെച്ചിട്ട് അംബേദ്കർക്ക് വഴിയുണ്ടാക്കി കൊടുത്ത അംബേദ്കർ എന്നായത്. എന്നിട്ട് ഭരണഘടന നിർമ്മാണ സഭ കഴിഞ്ഞു, അത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി കഴിഞ്ഞു, ഭരണം കൊണ്ടുവന്നു. എന്നിട്ട് എന്താ ചെയ്തത്? ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ സംഭാവന ചെയ്ത ഭരണഘടനയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി നടത്തിയ ആദ്യ തെരഞ്ഞെടുപ്പിൽ 52 നെഹ്റുവും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് അംബേദ്കറെ പരാജയപ്പെടുത്തി. വീണ്ടും മത്സരിച്ച അംബേദ്കർ 54 അന്നും അംബേദ്കറെ പരാജയപ്പെടുത്തി. അംബേദ്കർ എഴുതിയ അല്ലെങ്കിൽ മുന്നോട്ട് നിന്ന് കൊണ്ടുവന്ന ഭരണഘടന അനുസരിച്ചിട്ട് ഒരു തവണ പോലും ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് സാഹചര്യം കൊടുക്കാത്ത ഇവർ. അംബേദ്കർ തന്നെ എഴുതിയിട്ടുണ്ട് 920 തൊട്ടുള്ള, അതിനു മുമ്പ് തൊട്ടുള്ള കോൺഗ്രസിൻ്റെ സ്ഥാപന കാലം തൊട്ടിട്ട് എങ്ങനെയാണ് പട്ടികജാതി പട്ടികവർഗത്തെ, അത് അംബേദ്കറുടെ വലിയൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അത് കമ്പൈനേഷനകത്ത് 8ാമത്തെ വോളിയുമായിട്ട് വരും. 8 10 സംശയമാണ് എന്തെങ്കിലും സാധനം. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ചെയ്ത ഓരോ കാര്യം. അതുകൊണ്ടാണ് അംബേദ്കർ ജീവിതത്തിൽ ഒരിക്കലും ഗാന്ധിയെ പോലും മിസ്റ്റർ ഗാന്ധി എന്നല്ലാതെ മഹാത്മാഗാന്ധി എന്ന് ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. ഇനിയും അംബേദ്കർക്ക് പകരം കണ്ടെത്തിയത് ആരെയാ? ആ 920 ആ കാലഘട്ടത്തിലൊക്കെ അംബേദ്കറെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് വളർത്തിക്കൊണ്ട നേതാവാണ് ജഗജീവൻ റാം, ബാബു ജഗജീവൻ റാം. അതെ, പിന്നീട് കോൺഗ്രസ്. ആ ബാബു ജഗജീവൻ റാം, ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അങ്ങനെ അങ്ങേർക്കറിയാം, ചോദിക്കുന്നില്ല. പക്ഷേ നമ്മുടെ പ്രേക്ഷകരിൽ എത്ര പേർക്കറിയാം ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ജയിച്ച ആ യുദ്ധത്തിൻ്റെ പ്രതിരോധ മന്ത്രി ആരാണെന്ന് ഭാരതത്തിൽ എത്ര പേർക്കറിയാം? നേരെ മറിച്ച് 62 യുദ്ധം തോറ്റതിൻ്റെ ആരാന്നറിയാം. തോറ്റതിൻ്റെ കാരണം പറഞ്ഞ് കൃഷ്ണമേനോൻ പ്രതിരോധ മന്ത്രിയെ രാജിവെപ്പിച്ചു. കേരളീയനായ കൃഷ്ണമേനോനെ രാജിവെപ്പിച്ചു. 62 യുദ്ധം പരാജയപ്പെട്ടത്. 71 യുദ്ധം ജയിച്ചത് അന്ന് പ്രതിരോധ മന്ത്രി ജഗജീവൻ റാം. എത്ര പേർക്ക് ആ കാര്യം അറിയാം? അതും പോട്ടെ, ജനതാ പാർട്ടി വന്നു, ചരൺ സിംഗ് വന്നു. ചരൺ സിംഗിൻ്റെ സർക്കാർ വീണ ശേഷം അടുത്ത സാധ്യത ബാബു ജഗജീവൻ റാമിനായിരുന്നു. ഇത് പറയുമ്പോൾ ഒരു കാര്യം മറക്കണ്ട, അലഹബാദ് ഹൈക്കോടതിയിലെ വിധി വന്ന ശേഷം ഇന്ദിരാഗാന്ധി രാജിവെക്കുന്നതാണ് നല്ലതെന്ന് പലരും പറഞ്ഞു. അന്ന് ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ 50ഓളം MP ചേർന്നിട്ട് പറഞ്ഞു അങ്ങനെ ആക്കേണ്ട ജഗജീവൻ റാമിനെ ആക്കണമെന്ന് പറഞ്ഞു. പ്രഗത്ഭനായ ജഗജീവൻ റാം വന്നാൽ എനിക്കിനി ഒരു അവസരം കിട്ടില്ല എന്ന് ഭയപ്പെട്ടിട്ടാണ് ഇന്ദിര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്ന് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിൽക്കട്ടെ, എന്തായാലും ജഗജീവൻ റാമിന് പ്രധാനമന്ത്രിയായ അവസരം വന്നു. ആ അവസരം നിഷേധിക്കുന്നതിന് കാരണക്കാരിയായത് ഇന്ദിരയാണ്. സഞ്ജീവ് റെഡ്ഡിയാണ് ഇന്ന് രാഷ്ട്രപതി. നേരത്തെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതുമാണ്. എങ്കിൽ പോലും ഇവർ രണ്ടുപേരും കൂടെ ഒത്തുകൊണ്ടാണ് ബാബു ജഗജീവൻ റാമിന് അവസരം കൊടുക്കാതെ ലോകസഭ പിരിച്ചുവിട്ട പുതിയ ഇലക്ഷനിലേക്ക് പോകുന്നത്. അന്ന് ബാബു ജഗജീവൻ റാം ഒരു വാചകം പറഞ്ഞു, इस कम्बक मुल्क में कभी भी एक चमार प्रधानमंत्री नहीं बन सकता. ഈ വൃത്തികെട്ട രാജ്യത്ത്
ഒരിക്കലും ഒരു ചമാർ ചെരുപ്പൂത്തിയാണ്. പ്രധാനമന്ത്രി നഹീബ് അൻസർത്താവുന്ന ഭാരതം കണ്ട ഏറ്റവും പ്രഗത്ഭനായ അഡ്മിനിസ്ട്രേറ്റർ, രാഷ്ട്രീയക്കാരൻ, ആ ജഗജീവൻ റാമിന് പറയേണ്ടി വന്നത് രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധി കാരണമാണ്. ഇനി അതൊക്കെ പോട്ടെ, അടുത്ത കാലത്തൊരു കാര്യം ഞാൻ പറയാം. ഇന്നത്തെ മലയാളം പത്രങ്ങളിലെ പ്രധാന വാർത്തയാണ് കൊടിക്കുന്നിൽ സുരേഷ്, കേരളക്കാരനാണ്, 8 തവണ MP ആയതാണ്. സാന്ദർഭികമായി അദ്ദേഹം ആദ്യമായിട്ട് MP ആയിട്ട് വന്നപ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട ആളോടൊപ്പം യാദൃച്ഛികമായി ഞാൻ കാണാനിടയായതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെറിയ പയ്യനായിട്ടൊന്ന് MP ആയിട്ട്. അദ്ദേഹം ഇന്നലെ രമേശ് ചെന്നിത്തല നടത്തിയൊരു സമ്മേളനത്തിൽ, കോൺഗ്രസിൽ നടത്തിയൊരു സമ്മേളനത്തിൽ പറയുകയാണ്, നേതാവ് ആണ് സമ്മേളനത്തിൽ, എന്നോട് കാണിച്ചിട്ടുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റുകയില്ല. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇത്രയും പാരമ്പര്യമുള്ള 8 തവണ ലോക്സഭയിൽ പോയ കൊടിക്കുന്നിൽ സുരേഷിന് എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ അതിരഞ്ജൻ ചൗധരി, സുരേഷിനെക്കാട്ടി വലിയ മിടുക്കരൊന്നുമില്ല, അയാളുടെ പെർഫോമൻസ് കണ്ടതാണ്, എന്തുകൊണ്ട് അന്ന് നേതാവാക്കിയില്ല? എന്തുകൊണ്ട് കഴിവ് മാനദണ്ഡം അല്ലെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി, അപ്പോൾ കഴിവിൻ്റെ കാര്യം പറയാൻ പറ്റില്ല, എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ ലോകസഭയിലെ പാർട്ടി നേതാവാക്കുന്നില്ല? അപ്പോൾ സൗകര്യം പോലെ കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പറയുക. ഡോക്ടർ അംബേദ്കറെ അവഗണിച്ച ബാബു ജഗജീവൻ റാമിനെ ഇല്ലാതാക്കിയ കൊടിക്കുന്നിൽ സുരേഷിനെ അദ്ദേഹത്തിന് ന്യായമായിട്ട് കിട്ടേണ്ട അവസരങ്ങളിലും കൊടുക്കാതിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ തലതൊട്ടപ്പനായ നേതാവ് പറയുകയാണ്, കഴിവാകരുത്, കഴിവും മികവും നോക്കിയല്ല ഞങ്ങൾ പറയുന്നവരെയൊക്കെ വെച്ചാൽ മതി എന്നുള്ള ഈ പറയുന്ന ഉദ്ദേശം. അതിനകത്തെ സംവരണത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അതിനകത്തെ താല്പര്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് മറ്റൊന്നിനുമല്ല, അന്തഛിദ്രം ഉണ്ടാക്കണം. ഈ പറയുന്ന ജാതി സെൻസസ് എന്നൊക്കെ പറയുന്നത് അപകടകരമായ പോക്കിനാണ്. ഞാൻ നിർത്തുന്നതിന് ഒരു കാര്യം ചോദിക്കുകയാണ്. അല്ല, ഈ കഴിവിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ തരൂരിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരണമായിരുന്നല്ലോ. അതൊരു കാര്യം ഞാൻ ഈ പറഞ്ഞത് കഴിവിന്റെ അടിസ്ഥാനത്തിൽ ആകരുതെന്നാണ്. അവിടെ ന്യായമാണ്. അല്ല, ആയിരുന്നു എങ്കിൽ അല്ല, ആകരുതെന്നാണ് രാഹുല് പറയുന്നത്. കഴിവിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ശശി തരൂരിനെയോ മനീഷ് തിവാരിയോ ഒന്നും ആക്കരുത്, കഴിവില്ലാത്ത എന്നെ ആക്കണമെന്ന് പറയുന്നതാണ് അതിനകത്ത് ന്യായം. അതുകൊണ്ട് ആർക്കൊക്കെ അവിടെ ഇരിക്കാൻ പറ്റും. അത് തന്നെ, അതാണ് എനിക്കിരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കിട്ടണം, അത്രയും. ഇതിനപ്പുറം ഒന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലൊക്കെ പ്രധാനമായിട്ടും വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ചിന്തയുമായിട്ട് മുന്നോട്ട് പോകുമ്പം ഇദ്ദേഹം അറിയേണ്ട ഒരു കാര്യം, ജവഹർലാൽ നെഹ്റു അന്ന് 60കളിൽ 62 എൻ്റെ ഓർമ്മ, സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിരുന്നു. അതിലൊരു കാര്യം പറഞ്ഞിരുന്നു, രാജ്യത്തിൻ്റെ നമ്മുടെ ഭരണകൂടത്തിലേക്ക് മികവുള്ളവരെ ഒഴിവാക്കുന്നൊരു സംവിധാനം എനിക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ സംവരണം എനിക്ക് സ്വീകാര്യമല്ല എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. അപ്പോൾ സംവരണത്തിനെതിരെ നിന്ന ജവഹർലാൽ നെഹ്റു, ഞാൻ സംവരണത്തിനെതിരല്ല, ഞാൻ സംവരണത്തിന് അനുകൂലമാണ്. രാഹുലിൻ്റെ ഈ ചോദ്യങ്ങൾക്കകത്തെ വൈരുദ്ധ്യം എടുത്ത് കാണിക്കുന്നത്, ഈ കാലം എത്രയും പല തരത്തിലും പല നുണകളും പറഞ്ഞ് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗത്തെ പറ്റിച്ചിട്ട് പുതിയൊരു സങ്കല്പമായിട്ട് വന്നിരിക്കുന്നു. അവസാനം ഒരു കാര്യം ഓർക്കുക, പറഞ്ഞു, ജിത്തന സംഖ്യ ഉത്തന ഹക്ക്, എത്രയാണോ ജനസംഖ്യ ഉള്ളത് അത്രയും അവകാശം വേണമെന്ന്. ശരി, പിന്നെന്താണ് ഈ ഇലക്ഷൻ്റെ കാര്യത്തിൽ ഡീലിമിറ്റേഷൻ വരുമ്പം വോട്ടിനും അങ്ങനെയല്ല വേണ്ടേ? അത് അവിടെ എന്തിനാണ് എതിർക്കുന്നത്? അവിടെ INDA മുന്നണിയുടെ നേതൃത്വത്തിൽ എതിർക്കുകയല്ലേ ഇപ്പം, ജനസംഖ്യാനുപാതിയിട്ട് കൊടുക്കാൻ പാടില്ലെന്ന്. അപ്പം എവിടെങ്കിലും ഒരു പറയുന്ന ഒരു പ്രിൻസിപ്പിളിന്, ഒരു തത്വം സ്വീകരിച്ചാൽ അതിനൊരു പൊതു ആപ്ലിക്കബിലിറ്റി വേണം, യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി വേണ്ടേ? സമാനമായ കാര്യങ്ങളിൽ ഒരേ തത്വമല്ലേ പാലിച്ചു പോകേണ്ടത്? ആ ഒരു ചോദ്യം എന്നും രാഹുൽ ഉത്തരം പറയാത്തതായിട്ട് ബാക്കി നിൽക്കും. മികവിനെയും കഴിവിനെയും ഇല്ലാതാക്കാൻ നോക്കുന്നത്, പരിഗണനയ്ക്കണ്ട എന്ന് പറയുന്നത് ഭാരതം ലോക വിജയിയാകാൻ പോകുന്നതിന് തടസ്സപ്പെടുത്തുന്നതിനുള്ള രാഹുലിൻ്റെ മറ്റൊരു മാർഗം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.